Meet the editors. MD എന്ന രണ്ടക്ഷരത്തെ അഗ്നി എന്ന മൂന്നക്ഷരം ഏറ്റുവാങ്ങുമ്പോൾ ഒരു യുഗാന്ത്യമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്ന് നമ്മൾ കോഴിക്കോട് നിൽക്കുമ്പോൾ ധാരാളം മനുഷ്യർ വന്ന് MD രേഖപ്പെടുത്തി പോകുന്നത് കണ്ടു. നമ്മളറിയാത്തൊരു MD ഉണ്ട്. നമ്മൾക്ക് അകലെ നിന്ന് കണ്ടൊരു MDയും വായിച്ചൊരു MDയുമാണ് അറിയുക. പക്ഷെ MDയുടെ സുഹൃത്ത് വലയത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, MDയുടെ ചിത്രങ്ങൾ വരച്ച മദലിനെ നമ്മൾ കണ്ടു, MDയുടെ ചിത്രങ്ങൾ എടുത്ത മുസ്തഫയെ നമ്മൾ കണ്ടു, MDയോടൊപ്പം സഞ്ചരിച്ച ആലങ്കോടിനെ നമ്മൾ കണ്ടു. അങ്ങനെ പല പല മനുഷ്യർ വന്ന് പല പല അനുഭവങ്ങളാണ്. ഫോട്ടോ എടുത്ത കെ സന്തോഷിനെ അവരുടെയൊക്കെ അനുഭവം വേറെയാണ്. അവർക്ക് ചിരിക്കുന്ന MDയും നന്നായി തുറന്ന് സംസാരിക്കുന്ന MDയൊക്കെയാണ്. അടുത്ത ആളുകൾക്ക് MD അങ്ങനെയാണ്, എല്ലാവരെയും അടുപ്പിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് നാട്യങ്ങളില്ലാത്ത മനുഷ്യൻ എന്നുള്ളതാണ്. ആ നാട്യങ്ങളില്ലാത്ത മനുഷ്യർ കുറവാണ്. കുറച്ചുകൂടി പ്രാക്ടിക്കലായി ജീവിക്കാൻ ഒരു കള്ളച്ചിരി വെച്ച് അല്ലെങ്കിൽ കള്ളപ്രതികരണം നടത്തി എല്ലാവരും പ്ലീസ് ചെയ്ത് നടക്കുന്ന ആളുകളാണല്ലോ പുതിയ സാഹിത്യത്തിൽ അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു വ്യത്യസ്തനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ മരണവുമായി സന്ധി പറഞ്ഞ ഇടവേള മാത്രമാണല്ലോ ജീവിതം. അപ്പോൾ ഇടവേള പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് മാത്രമായി നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ടെ ഒരു എഴുത്തുകാരുടെ ഒരു കൂട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഇളയ ആളായിരുന്നു MD. അവിടെ ബഷീറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ചിത്രം വരച്ചിട്ടുള്ള നമ്പൂതിരിയുണ്ട്. അതുകൂടാതെ അദ്ദേഹം ബഹുമാനത്തോടെ ഓർത്തിരുന്ന പൊറ്റക്കാടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കൂട്ടും ഇവർക്കൊപ്പമുള്ള പടങ്ങളൊക്കെ നമുക്ക് പുനലൂർ രാജൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, ബീഡി വലിച്ചു നിൽക്കുന്ന MDയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം ബാക്കിയായിരുന്ന MD മായുമ്പോൾ കോഴിക്കോട്ടെ ആ തലമുറ പോയി. MD ഉറപ്പായിട്ടും ആ തലമുറയിൽപ്പെട്ടതല്ല, പക്ഷേ ആ സംഘത്തിൽപ്പെട്ട ഇളയ ആളായിരുന്നല്ലോ. അപ്പോൾ അവർ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ കോഴിക്കോട്ടെ ആ ഒരു സാഹിത്യ ആ സംഘം അത് ഓർമ്മയാവുക എന്നുള്ള നിലയ്ക്കാണ് അതിനെ ഓർക്കേണ്ടത്. പിന്നെ MDയുടെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ നാടുമായി ബന്ധപ്പെട്ട വള്ളുവനാടൻ ഭാഷ, അദ്ദേഹത്തിൻ്റെ നായർ തറവാട്, നാലുകെട്ടിൽ മാത്രം തളച്ചിട്ട എഴുത്താണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തറവാടത്തെ ഘോഷണമല്ല നടത്തിയിട്ടുള്ളത്. തറവാടുമായി ബന്ധപ്പെട്ടും അതെങ്ങനെയാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്, നായർ തറവാടുകളിൽ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ സ്ത്രീകൾ പല ഘട്ടങ്ങളിൽ ദുർബലരായി പോവുകയും പല ഘട്ടങ്ങളിൽ വിചാരിക്കാത്ത ഘട്ടങ്ങളിൽ വളരെ ശക്തരായി പ്രതികരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരിമാരൊക്കെയാണ് ഒരു എഴുത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിലെ എഴുത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ചെറുപ്പത്തിലെ ദാരിദ്ര്യം, വീട്ടിലെ അവസ്ഥ, സഹോദരന്മാരെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കൊല്ലം വെറുതെ ഇരിക്കേണ്ടി വന്നു. തനിക്ക് കൂടി പഠിക്കാൻ സ്കൂൾ വിടാൻ ഉള്ള ഒരു കാശില്ലാത്തതുകൊണ്ട് ആ ഒരു വർഷം എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് അദ്ദേഹം വായിച്ചു തീർത്തു എന്നുള്ളതാണ്. തൊട്ട് അയൽവാസിയായിരുന്ന അക്കിത്തത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് നന്നായി വായിച്ച് അങ്ങനെയൊക്കെയാണ് തുടക്കം. കാരൂരിനെ വായിക്കുന്നു. അങ്ങനെ പഴയ എഴുത്തുകാരെ മുഴുവൻ വായിക്കുന്നു. തകഴിയെ വായിക്കുന്നു, പൊറ്റക്കാടിനെ വായിക്കുന്നു. അപ്പോൾ ആ വായനയൊക്കെ ഒരു തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നുമ്പോൾ ആദ്യം ലേഖനങ്ങൾ എഴുതി, പിന്നീട് ചെറിയ ചെറിയ കഥകൾ എഴുതി. അതൊക്കെ തന്നെയും മദ്രാസിലേക്കാണ് അയച്ചിരുന്നത്. മദ്രാസിലെ ചിത്രകേരളം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അവിടേക്ക് ആദ്യം അയക്കുന്നു. അന്ന് അദ്ദേഹം പേരിട്ടത് VN തെക്കേപ്പാട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തകഴിയൊക്കെ കണ്ട് ആ രീതിയിൽ അതൊന്ന് അനുകരിച്ചുകൊണ്ടാണ് VN തെക്കേപ്പാട്ട് എന്ന് അയക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പിന്നെയും പേര് മാറ്റുന്നുണ്ട്. കൂടല്ലൂർ വാസുദേവൻ നായർ എന്നാക്കിയിട്ട് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജയകേരളം എന്നൊരു മാസിക കൂടി ഉണ്ടായിരുന്നത്. അത് P ഭാസ്കറിൻ്റെ പത്രാധിപത്യത്തിലാണ് അവിടെ മദ്രാസിൽ നിന്ന് അവിടെയും അയക്കുന്നു. പിന്നീടാണ് അദ്ദേഹം MT വാസുദേവൻ നായർ എന്ന പേരിലേക്ക് എത്തിച്ചേരുന്നത്. അത് 3ാമത്തെ എഴുത്തിലാണ്. അപ്പോൾ ഈ കഥകളൊക്കെ തന്നെയും അങ്ങോട്ട് അയച്ചതെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ. അപ്പോൾ ആദ്യത്തെ പ്രതിഫലം എന്ന് പറയുന്നത് 4 രൂപയായിരുന്നു. പിന്നീട് അത് 5 രൂപ, 10 രൂപ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം. തുടക്കകാലത്തെ പ്രതിഫലത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ സുധാ ഗോപാലകൃഷ്ണൻ നൽകിയ അഭിമുഖത്തിൽ, ഒരു പരിചയമില്ലാത്ത ഒരു ഇൻ്റർവ്യൂവറാണ്, അപ്പോൾ വന്ന് സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വാചാലനാകും. പിന്നെ അദ്ദേഹത്തെ പറ്റി അങ്ങ് തുറന്നു പറയും. പലരും ആ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്തർമുഖനായ, എപ്പോഴും ആലോചനകളിൽ മാത്രം നിൽക്കുന്ന, അവനവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന MTയാണ് നമ്മൾ പുറം ലോകത്ത് കണ്ടുള്ളൊരു പൊതുപരിപാടിയിലാണെങ്കിൽ അദ്ദേഹം കണ്ണടച്ചിരിക്കുന്ന കാണാം. അത്
അപ്പുറത്ത് പറയുന്നത് കേൾക്കുകയായിരിക്കാം, തനിക്ക് പറയാനുള്ളത് ആലോചിക്കുകയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ എഴുത്തും അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കഥ എഴുതുകയായാലും നോവൽ എഴുതുകയായാലും ആദ്യം മനസ്സിൽ അത് കുറേ ദിവസങ്ങളിൽ ഇരുന്ന് മനസ്സിലെഴുതി സ്ക്രിപ്റ്റാക്കിയിട്ടുണ്ടാവും. പിന്നെയാണ് അത് കടലാസിലേക്ക് പകർത്തുക. അതല്ലെങ്കിൽ തോന്നുന്ന ആ ഘട്ടത്തിൽ എഴുതി പകർത്തില്ല, മനസ്സിലെഴുതി പൂർത്തിയാക്കിയ ശേഷമേ കടലാസിലേക്ക് പകർത്തുള്ളൂ. പിന്നീട് അത് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു എഡിറ്റർ കൂടിയാണല്ലോ. ആ എഡിറ്റിംഗ് വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അതിൽ നോവൽ എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴുള്ള വ്യത്യാസവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോവലിൽ പിന്നീട് കുറേ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു ഭാഗമൊക്കെ ഒന്ന് മാറ്റാമായിരുന്നെന്നും കുറച്ചുകൂടി ഭംഗിയാക്കാമായിരുന്നു ഒക്കെ അദ്ദേഹം തോന്നിയിട്ട്. പക്ഷേ ചെറുകഥകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. അദ്ദേഹം അത്രയ്ക്കും അറ്റിക്കുറുക്കിയ വാചകങ്ങളും ഭംഗിയുള്ള വാചകങ്ങളും എല്ലാവർക്കും ഉള്ളിലേക്ക് തറയ്ക്കുന്ന വാചകങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ചെറുകഥകളാണ്. അതിലൊന്നും ഏത് കാലത്ത് വായിച്ചു നോക്കിയാലും അത് പെർഫെക്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 3-4 വർഷമായിട്ടുള്ളത്, ഒരു ഓണപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച്, അദ്ദേഹം പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പുതിയ വിദേശ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരെ വായിച്ചിരിക്കുന്നു, പുതിയ യുവാക്കളായ എഴുത്തുകാരെ വായിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനാകുന്നു. ഇതൊക്കെ ഇത്ര സമയം എങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്, വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം വായിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം 35 പേജെങ്കിലും വായിക്കാൻ കഴിയണമെന്നാണ് ഡോക്ടറോട് പറയുന്നത്. ദിവസം 300 പേജെങ്കിലും വായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശീലം. അങ്ങനെ വായിക്കുന്നു. പക്ഷേ തൻ്റെ എഴുത്ത് എന്നത് തൻ്റേത് മാത്രമായൊരു ലോകത്തിലെ എഴുത്താണ്. അതിലേക്ക് ഈ പറയുന്ന വിശ്വസാഹിത്യത്തിൻ്റെ സ്വാധീനമൊന്നും തൻ്റെ എഴുത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പരിസരത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഒരു പരിസരത്തിൽ നിന്ന് മാത്രം നിളയും പാലക്കാടെ കൂടല്ലൂർ മാത്രമായി അദ്ദേഹം മാറുന്നു എന്നുള്ളത്. പക്ഷെ അതിലപ്പുറം കൂടുതൽ മനുഷ്യരുടെ ചിന്തകളിലേക്ക് ആളുകൾ എങ്ങനെയൊക്കെ മാറുന്നു. അദ്ദേഹം പറയുന്ന ഒരു ക്രൂരനായൊരു വ്യക്തിയെ നമ്മൾ ക്രൂരനാണ് എന്ന് നമ്മൾ വിധി എഴുതി കഴിഞ്ഞ ആളെ അദ്ദേഹം വിലയിരുത്തുന്നത് ഏത് പാറക്കെട്ടിനുള്ളിലും ഉള്ളിലേക്ക് ചെന്നാൽ ഒരു കുളിർജലം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ആളുകളുടെ ഉള്ളിലേക്ക് നൂഴ്ന്ന് ചെന്ന് കഴിഞ്ഞാൽ അവരിലൊക്കെ നന്മയുടെ ഒരു അംശം കണ്ടെത്താനാകുമെന്നുള്ളൊരു വിലയിരുത്തൽ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യരെ വിലയിരുത്തിക്കൊണ്ടുള്ള കഥകളും നോവലും കഥാപാത്രങ്ങളും തന്നെയാണ്. ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെ പല തരത്തിലാണെന്ന് ആരാണ് വി ആർ സുധീഷാണെന്ന് പറഞ്ഞത്. വി ആർ സുധീഷ് പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം പാവങ്ങളായിരുന്നു എന്ന്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയല്ല. പാവങ്ങളായ കഥാപാത്രങ്ങളും ഉണ്ട്, അതല്ലാതെ അതിശക്തമായ കഥാപാത്രങ്ങളും ഉണ്ട്. സ്ത്രീപക്ഷ നിലപാടുള്ള മനുഷ്യരെല്ലാവരും അതെ, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ചുറ്റുപാടിൽ അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാത്തതും അദ്ദേഹത്തിന് സ്ത്രീകൾ എങ്ങനെയാകണമെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ നല്ല ഫെമിനിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഒരു നിലപാടെടുത്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് അടുത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്ത്രീപക്ഷ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചുറ്റും കണ്ട ചിലരെങ്കിലും അങ്ങനെ ദുർബലരായ സ്ത്രീകളാണ്. അതും സിനിമകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയെടുത്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ കസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു സഹോദരിയെക്കുറിച്ചാണ് ആ കഥ. അപ്പോൾ അങ്ങനെ ഇപ്പം കുട്ടിയെടുത്തി വിലാസിന് വന്ന് പൊട്ടിക്കരയുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവരൊക്കെ ആ നാട്ടിലെ കോഴിക്കോട്ടെ കുറേ നടന്മാരുണ്ട് കേട്ടോ, കുഞ്ഞാണ്ടി എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് നാടക നടന്മാരായിരുന്നു. അവരെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നതിന് MTക്ക് ഒരു പങ്കുണ്ട്. കുട്ടിയെടുത്തി വിലാസിനി ആയാലും കുഞ്ഞാണ്ടി ആയാലും അങ്ങനെ കുറേ നടന്മാരുണ്ട്. ബാലൻ നായരും അങ്ങനെ ഒരുപാട് പേർക്ക് അത്തരം അനുഭവങ്ങൾ, കുറേ പേരൊക്കെ മൺമറഞ്ഞു പോയിരിക്കുന്നു, കുഞ്ഞാണ്ടിയൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, അദ്ദേഹം ഭയങ്കരമായി ഇതിപ്പോൾ ഈ ആളുകളെ അടുപ്പിക്കാത്തൊരു വ്യക്തിയെന്ന് നമ്മൾ പുറമേ നിന്ന് വായിക്കുമ്പോൾ അത് വേറൊരു ലോകം. എനിക്കൊരു ആരാധക വൃന്ദമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, പക്ഷെ മനുഷ്യ സ്നേഹവും സഹായിക്കാനുള്ള ഒരു ചിന്തയും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായി ഉണ്ടായിരുന്നു. തിരൂർ തുഞ്ചൻപറമ്പിൽ കാര്യങ്ങൾ മാറ്റിയതിനെക്കുറിച്ചൊക്കെ KP രാമൻ വളരെ വാചാലാണ്. നമുക്കറിയാത്ത തരത്തിൽ തന്നെ അവിടെ അദ്ദേഹം വളരെയധികം ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ നടത്തിയിട്ടുണ്ട്. അത് MTക്ക് ആയതുകൊണ്ടാണ് സാധ്യമായത് കേട്ടോ. പക്ഷെ പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളൊന്നും സഹകരിക്കില്ല ചില കാര്യങ്ങളിലൊന്നും. പക്ഷേ MTയെ ധിക്കരിക്കാൻ പറ്റാതെ, MTയുടെ വാക്കുകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ടോ ഇനിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ ഒരു യുഗാന്ത്യമാണ്. കറക്റ്റ്. തീർച്ചയായിട്ടും യുഗാന്ത്യം തന്നെയാണ്. MT ജീവിതത്തെക്കുറിച്ച് പറയുന്ന രസകരമായൊരു വാചകം, ജീവിതം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ദുഃഖത്തിൻ്റെ ശബ്ദമില്ലാത്ത ഘോഷയാത്രയാണ് എന്നാണ്. ഒരുപക്ഷെ MT ജീവിച്ചു തീർത്ത 91 വർഷങ്ങളും ആ അർത്ഥത്തിൽ ഒറ്റപ്പെട്ട ശബ്ദമില്ലാത്ത ദുഃഖത്തിൻ്റെ ഘോഷയാത്രയായിരുന്നിരിക്കാം. അഥവാ ദുഃഖത്തെ ഇത്രമേൽ അദ്ദേഹം തന്നെ സ്വയം കൃതികളിലൂടെ ആഘോഷഭരിതമാക്കി മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MT തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, എനിക്ക് ബാല്യകാലത്ത് കൂട്ടുകാരുണ്ടായിരുന്നില്ല. ഇത് ONVയും MTയും തമ്മിലൊരു അഭിമുഖം
അന്ന് എനിക്കൊന്ന് മാതൃഭൂമി ന്യൂസിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അന്ന് നടത്തിയൊരു അഭിമുഖത്തിൽ ഇവരും അവരുടെ കാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എം ടി പറയുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ പുറകുവശത്തൊരു കുന്നുണ്ടായിരുന്നു, എൻ്റെ മുൻപ് വശത്തൊരു പാടമുണ്ടായിരുന്നു, ആ പാടത്തിനപ്പുറം ഒരു പുഴയുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പോകുമ്പോൾ ആ കുന്നുകൾ ഇഷ്ടികകൾ എടുത്തെടുത്ത് ഇല്ലാതെയായി, മുൻപിലെ പാടങ്ങളില്ലാതെയായി, പുഴയാണെങ്കിൽ മെലിഞ്ഞു ഉണങ്ങി ഇല്ലാതെയായി. അപ്പോൾ എനിക്ക് ആ വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റാതെയായി. എനിക്കിപ്പോൾ അവിടെ എൻ്റെ കാലത്തെ ഓർമ്മിക്കാൻ പറ്റാതെയായി. അന്നൊരു കാർഷിക കാലമാണ്, 1950 എന്ന് പറയുന്നത്. അദ്ദേഹം 33 ജനിച്ച് അദ്ദേഹം അവിടെ വളരുമ്പോൾ അമ്മാവന്മാരെ കണ്ടാണ് വളരുന്നത്. അദ്ദേഹം പറയുന്ന കൗതുകരമായൊരു കാര്യമുണ്ട്. അന്ന് ഈ കന്നുകാലികളെ കുളിപ്പിക്കുന്നതിലായിരുന്നു വലിയ മത്സരം. അപ്പോൾ വീട്ടിലെ കന്നുകാലികൾ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ച് കഴിച്ചു വന്നാൽ കിട്ടുന്ന അഭിനന്ദനം എന്ന് പറയുന്നത് വാക്കുകളുടെ ആയിരുന്നില്ല. അമ്മാവനൊന്ന് നോക്കും, ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവൻ കൊള്ളാം, ഇവനെ ഈ പണി ഏൽപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു കൂടല്ലൂരുകാരന് സ്വപ്നം കാണാവുന്ന വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് അമ്മാവൻ്റെ നോട്ടത്തിലൊരു കന്നുകാലിയെ കുളിപ്പിച്ചു വരുമ്പോൾ കിട്ടുന്ന സന്തോഷമായിരുന്നു എന്നാണ് എം ടി പറയുന്നത്. അവിടെയായിരുന്നു എം ടിയുടെ തുടക്കം. അവിടെ ആ എം ടി അന്നു മുതലേ ഒറ്റപ്പെട്ട് ദുഃഖത്തിൻ്റെ, ഇരുട്ടിൻ്റെ, ഇല്ലായ്മയുടെ, വറുതിയുടെ, പട്ടിണിയുടെയൊക്കെ ഭാഗമായിട്ടാണ്. ഏറ്റവും ഒടുവിൽ നവതി ആഘോഷവേളയിലാണെന്ന് തോന്നുന്നു എം ടി പറയുന്നുണ്ട്, എനിക്ക് പിറന്നാളുകൾ ഉണ്ടായിരുന്നില്ല, ഞാനൊരു 4ാമത്തെ മകനായിരുന്നു, ഇവനൊരു ചെറിയ കുട്ടിയല്ലേ, ഇവനൊരു പിറന്നാൾ സദ്യ വേണം, ഇവനൊരു വിഷുക്കൈ നീട്ടം വേണം എന്നൊന്നും എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ആ അമ്മയെ നമ്മൾ കഥയിലൂടെ വായിച്ചെടുക്കുന്നുണ്ട്. എവിടെയാണ് കഥയിലൂടെ വായിച്ചെടുക്കുന്നത്? കർക്കിടകത്തിലാണ്. ഉണ്ണിയുടെ അമ്മയാണ്. ഉണ്ണിയുടെ അമ്മ ആകെ ഉണ്ടായിരുന്ന കടം വാങ്ങിയ അരി കൊണ്ട് ഭക്ഷണം വെച്ച് ചോറുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അതിഥി എത്തുന്നത്. ഈ മഴയത്ത് നനഞ്ഞൊലിച്ചു വരുന്ന കുഞ്ഞിന് ഉണ്ണിക്ക് കൊടുക്കണോ അതോ അതിഥിക്ക് കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോറ് വറ്റ് അതിഥിക്ക് കൊടുത്ത് അതിൽ കഞ്ഞിവെള്ളം മോന് കൊടുക്കാൻ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു അമ്മ ഈ എം ടിയുടേതായിട്ടുണ്ട്. അത് എം ടിയുടെ ജീവിതത്തിലെ അമ്മയാണ്. എം ടി പറയുന്നുണ്ട്, 4 കെട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന പ്രതിഫലം തൻ്റെ അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ പ്രമാണം പണയം വെച്ചിരിക്കുകയാണ്, അത് തിരിച്ചു വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ആ ഘട്ടങ്ങളിലെല്ലാം ദാരിദ്ര്യം എന്താണ്, ഇല്ലായ്മ എന്താണ് എന്നുള്ളത് ഒരു 4 കെട്ടിനുള്ളിൽ താമസിക്കുമ്പോഴും ആ പുണ്യെപ്പോലെ അറിഞ്ഞ ആളാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ ബാല്യകാലത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഇല്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചു തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പ്രതിഫലിച്ചതും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതമെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ശബ്ദമില്ലാത്ത ദുഃഖങ്ങളുടെ ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രയിൽ എപ്പോഴും ഒരന്തർമുഖനായി കഴിയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം സമൂഹത്തിൻ്റെ മധ്യത്തിൽ പോയി എൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഒന്നുകിൽ ദാരിദ്ര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വൈകാരികമായി അനുഭവപ്പെടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച്, നിസ്സഹായാവസ്ഥയെക്കുറിച്ച്, ഏകാന്തതയെക്കുറിച്ച് നിരന്തരം വിലപിച്ചുകൊണ്ടിരുന്നയാളാണ്. അതൊരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു ഭാഗം. എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വന്തം അനുഭവങ്ങളെ അത്ര തീഷ്ണമായി പടർത്താൻ കഴിഞ്ഞ മലയാളത്തിലെ എഴുത്തുകാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ്. അങ്ങനെ ആ അനുഭവം ഒന്ന്. രണ്ടാമത് നോക്കൂ, ആ കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം എന്താ? നായർ തറവാടുകളും ഈ പറയുന്ന വലിയ തറവാടുകളുമെല്ലാം പൊളിഞ്ഞ് അവിടെ നിന്നും വ്യക്തികളായി സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലമാണ്. അതായത് ഒരു നായർ തറവാടിനുള്ളിൽ 4 കെട്ടിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യന് അസ്തിത്വമില്ലല്ലോ. അവൻ ജീവിക്കുന്നത് മരുമക്കത്തായത്തിൻ്റെ ഒരു സാമൂഹിക ബന്ധനത്തിൻ്റെ ഉള്ളിലാണ്. ആ സാമൂഹിക ബന്ധനത്തിൽ നിന്ന് അവൻ വ്യക്തിയായി പരിണമിക്കുന്നത് ആധുനികത വരുമ്പോഴാണ്, അവൻ നഗരത്തിലേക്ക് പോകുമ്പോഴാണ്, സ്വന്തം ജോലി കണ്ടെത്തുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന നാടുകെട്ടുകളാണ്. അതാണ് സ്മൃതി പറഞ്ഞതുപോലെ തറവാടുത്ത ഘോഷണമല്ല, തറവാടുകൾ തകർന്ന് വ്യക്തി തറവാട്ടിലെ ബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി മുക്തനായി പുറത്തു പോകുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അവിടെയാണ് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം പ്രസിദ്ധമാണ്. അസുരവിത്തിൽ വരുന്നത് അപ്പുണ്ണി എന്ന കഥാപാത്രം നമ്മുടെ മുന്നിലുണ്ടാവുന്നത്, സേതു നഗരത്തിലേക്ക് പോകുന്നത്. പാലക്കാട് ഞാൻ പഠിപ്പിച്ച വിക്ടോറിയ കോളേജിലെ ഒരു ഹോസ്റ്റലിൽ നിന്ന് രക്തം പുരണ്ട മൺതരികൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടുള്ളത് കുറച്ച് കൂട്ടുകാർ മാത്രമാണ്. അപ്പോൾ കലഹിച്ചിരുന്നു വ്യവസ്ഥകളോട്, മൂല്യങ്ങളോട്. ഇതല്ല ശരി എന്നുള്ളത്. ആധുനികതയെ ആ രീതിയിൽ ഇഷ്ടപ്പെട്ട് സ്വാംശീകരിച്ച് തിരിച്ച് ഫ്യൂഡൽ വ്യവസ്ഥകളോട് കലഹിക്കുന്ന ഒരു എം ടിയെ നിങ്ങൾക്ക് കാണാം. പക്ഷേ അപ്പോഴും എം ടി അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സമൂഹത്തിൻ്റെ കൂടല്ലൂരിൻ്റെ ഗ്രാമപരിസരത്ത് കുടുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് എം ടി പറയുന്നുണ്ട് ആ വളരെ പ്രസിദ്ധമായ വാചകം, നമ്മളെല്ലാവരും പലതവണ പറയുന്ന വാചകമാണല്ലോ, അറിയാത്ത കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നിളാനിധിയാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പട്ടിണിക്ക് ഒരു വികാരമേ കാണൂ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രണയത്തിനൊരു വികാരമേ ഉള്ളൂ. അത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ഗ്രാമത്തിൽ നിന്നാണെങ്കിലും ശരി, പ്രണയത്തിനൊരു വികാരമാണ്. അത് അപ്പുണ്ണിയിലും അത്
ജ്യേഷ്ഠത്തിയിലും പ്രതിഫലിക്കുന്നത്, കുട്ടിയേട്ടത്തിയിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വരച്ചിടുകയാണ്. അവിടെ ആ പ്രണയത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ നിർവചനങ്ങളിലൊന്ന് കാത്തിരിപ്പ് എന്നതുകൂടിയാണെന്ന് മഞ്ഞിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, മഞ്ഞിലൂടെയുള്ള വിമലയെ അനുഭവിക്കാത്ത പ്രണയിനികൾ ഒരു പക്ഷേ 1980-കളിലുണ്ടോ എന്ന് സംശയമാണ്, 90-കളിലുണ്ടോ എന്ന് സംശയമാണ്. കാര്യം അത്രമേൽ മഞ്ഞ് എന്ന് പറയുന്ന ഒരു നോവൽ പ്രണയത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മഞ്ഞിൽ പറയുന്നുണ്ട്, ഈ സുധീർ മിശ്രയെ കാത്തിരിക്കുന്ന സമയത്ത് വിമൽ പറയും, വരും, വരാതിരിക്കില്ല, കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥന മറ്റൊന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വികാരമായി പ്രണയം നിന്നൊരു കാലത്താണ് അത് എഴുതുന്നത്. ഇന്നങ്ങനല്ലല്ലോ. ഇന്നിപ്പോൾ പ്രണയത്തെക്കുറിച്ച് നമ്മൾ സിറ്റുവേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ്. പക്ഷേ MT ഞാനിപ്പോഴും എനിക്ക് സംശയം, ഈ 2002-ലാണെന്ന് തോന്നുന്നു വാരണാസി വരുന്നത്, അതിനുശേഷം കാര്യമായി MT എഴുതിയിട്ടില്ല. അതേക്കുറിച്ച് MT പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് വായിക്കുന്നു, എഴുതാൻ ആഗ്രഹിക്കുന്നു, മനസ്സിൽ ചിലതുണ്ട്, പക്ഷേ അതൊരു കഥ എന്ന രൂപത്തിലേക്ക് അങ്ങ് വരുന്നില്ല. അപ്പൊ എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലവുമായി ചിലപ്പോൾ ഒരു സംഘർഷത്തിൽ MTക്ക് വരച്ചെടുക്കാൻ കഴിയാത്ത, MTക്ക് അടയാളപ്പെടുത്താൻ കഴിയാത്ത ബന്ധങ്ങളും ജീവിത രീതികളും ഒക്കെ ആയിട്ടുണ്ടാവാം. MT കണ്ടത് അങ്ങനെയായിരുന്നല്ലോ. MT കണ്ട മനുഷ്യരുടെ ചുറ്റുപാടും നിന്നുകൊണ്ടാണ് MT കലഹിക്കാൻ ശ്രമിക്കുന്നത്, എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ അത് ഒരു കഥയായി അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം മറ്റു അഭിപ്രായങ്ങളെ എപ്പോഴും മാനിച്ചിരുന്നു. എഴുത്തിന്റെ കാര്യത്തിലും അദ്ദേഹം എഡിറ്റർ ആയിരിക്കുമ്പോഴും വേറെ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതെ, അതാണ് ഈ യുഗാന്ത്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ മുൻപിൽ നിന്നിരുന്നു. ഒരു സാമൂഹിക അന്തരീക്ഷത്തെ അദ്ദേഹത്തിന്റെ നോവലുകളിൽ പ്രതിഫലിപ്പിച്ചിരുന്നു. അതാണ് ഈ ഭൂപരിഷ്കരണമൊക്കെ നിലവിൽ വരുന്ന 1960-കളിൽ നായർ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച്, ആ മാറ്റം ഏറ്റവും കൂടുതൽ വേദനയിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ അദ്ദേഹം എഴുതുന്നത് അവിടെയാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഒരു എഡിറ്ററായിട്ട് നമ്മൾ കാണുമ്പോൾ കൂടുതൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നൊരു എഴുത്തുകാരനായിട്ടാണല്ലോ കാണുക. പുതിയ കാലഘട്ടത്തിൽ എഴുത്തുകാരെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ MT അന്ന് അവസരം കൊടുത്ത എഴുത്തുകാരിൽ പലരും ഇന്ന് തിളങ്ങി നിൽക്കുന്ന എഴുത്തുകാരായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിലൊക്കെ നിങ്ങളുടെ ഒരു രണ്ടാം തലമുറയെ സൃഷ്ടിക്കുന്നതിന്, അടുത്ത തലമുറയിൽ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. ആ അർത്ഥത്തിലും അതൊരു യുഗാന്ത്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹം കേവലം ഒരു എഴുത്തുകാരനായിരിക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു സെക്കുലറായ, സമൂഹത്തിൽ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച, മനുഷ്യരെല്ലാം സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹം ഒരു 4-5 തവണ മാത്രമാണ് പൊതുവിഷയങ്ങളിൽ ഇടപെട്ടതായി നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്നത്. സുബ്രഹ്മണ്യന്റെ ഒരു ലേഖനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പെരിങ്ങോം ആണവ നിലയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റാലിയിൽ പങ്കെടുത്തു, അദ്ദേഹം പ്രസംഗിച്ചു. പിന്നീട് മുത്തങ്ങ വിഷയത്തിൽ അദ്ദേഹം ആദിവാസി കുടുംബങ്ങളുടെ വീടുകളിൽ പോയി അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, സുൽത്താൻ ബത്തേരിയിൽ പ്രസംഗിച്ചു. പിന്നീട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് തുഗ്ലക്ക് പരിഷ്കാരം എന്ന നിലയിൽ അഭിപ്രായ പ്രകടനം നടത്തി. അങ്ങനെ സാമൂഹികമായ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടു. ഏറ്റവും ഒടുവിൽ KLF-ൽ അദ്ദേഹം നേരത്തെ എഴുതിയൊരു ലേഖനം പുനർവായിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് വലിയ ചർച്ചകൾ പല രീതിയിൽ വായിച്ചു എന്നുള്ളതാണ്. അത് പക്ഷേ അതിൽ സുധീർ വളരെ വ്യക്തമായി പറഞ്ഞു, അത് സംസ്ഥാന സർക്കാരിനെ കൂടി വിമർശിക്കാൻ തന്നെയാണ്. അമിതാധികാര പ്രയോഗം ഇവിടെ ഉണ്ടോ? അതെ, ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം അത് വായിക്കുന്നുണ്ട്. അമിതാധികാര പ്രയോഗം എവിടെയാണെങ്കിലും അപകടകരമാണ്. അദ്ദേഹം വില്യം റീൽസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. റീൽസിനെ ഉദ്ധരിച്ച് പറഞ്ഞൊരു വാചകം ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുക എന്നും ഉത്തരവാദിത്വം ഇവിടുത്തെ ജനനായകന്മാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അത് വളരെ വ്യക്തിപൂജയിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ആൾക്കൂട്ടം മാത്രമായി തീരുന്നു എന്ന് അവസാന നിമിഷം വരെയും വേദനിച്ച ഒരു എഴുത്തുകാരനാണ് എന്നുള്ളതാണ്. അത്തരം കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ പലപ്പോഴും, ഞാനിന്നിപ്പോൾ ദേവികയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. തീർച്ചയായിട്ടും ദേവികയ്ക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും ഒരു ഘട്ടത്തിൽ. പക്ഷേ എവിടെയാണ് MT നിലയുറപ്പിച്ചിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾക്ക് മനസ്സിലാവാതെ പോകുന്ന, ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഫെമിനിസ്റ്റ് ആർഗ്യുമെൻ്റ് നേരിട്ട് മുന്നോട്ട് വെച്ച കഥാപാത്രങ്ങൾ കുറവായിരിക്കാം ഒരു പക്ഷേ അവിടെ അഭിമാനികളായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അഭിമാനികളായ സ്ത്രീകളാണ്. അവിടെ ആരുടെയും വീട്ടിൽ കടം വാങ്ങാൻ പോവാതിരിക്കുന്ന ഉണ്ണിയുടെ അമ്മയെ നിങ്ങൾക്ക് കാണാം, ഈ ഗോവിന്ദൻകുട്ടിയുടെ അമ്മയെ നിങ്ങൾക്ക് കാണാം, വേലായുധൻകുട്ടിയുടെ അമ്മയെ നിങ്ങൾക്ക് കാണാം. അതേപോലെ സ്വന്തം കാമുകനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ശരീരത്തിൽ സ്പർശിക്കാൻ വരുന്ന ഭർത്താവിനെ വിലക്കുന്ന ഭാര്യയെ നിങ്ങൾക്ക് സുഹൃതം എന്ന് പറയുന്ന നോവലിൽ നിങ്ങൾക്ക് കാണാം. മഞ്ഞിലെ വിമല എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന
കാത്തിരിക്കുകയാണ്, മറ്റൊരാളുടെയും പിന്നാലെ പോവുകയല്ല. സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിമല എന്ന് പറയുന്നൊരു കഥാപാത്രം ശക്തമാണ്. ഈ പഞ്ചാഗ്നിയിലെ ഇന്ദിര എന്ന് പറയുന്നൊരു കഥാപാത്രം, കുട്ടിയിട്ട കാലത്തിലെ സുമിത്ര, കാലത്തിലെ സുമിത്ര നോക്കൂ, ഒരു കാലത്ത് തന്നെ സ്നേഹിച്ച് അവഗണിച്ചു പോയ ആളോട് പിന്നീട് തിരിച്ചു വരുമ്പോൾ സന്ധിയില്ല. ആ പ്രണയത്തെ ഒരു പ്രണയം ഭിക്ഷയായിട്ട് യാചിക്കുമ്പോൾ പിന്നീട് ഒറ്റ വാചകം പറഞ്ഞു പോവല്ലേ സേതുവേട്ടൻ. അതാണല്ലോ പിൽക്കാലത്ത് ഫാഷനായി തീർന്ന വാചകം. സേതുവേട്ടൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ സേതുവേട്ടൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അഭിമാനികളായ സ്ത്രീകൾ എം ടിയുടെ കഥാപാത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ആ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും അദ്ദേഹത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, എഴുതുന്നതിലെല്ലാം ഒരു കവിതയായി മാറുന്നുണ്ട്. അതാണ് നമുക്ക് ഓരോന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹം ആദ്യം കവിതയിലാണ് പരീക്ഷണം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് കവിതയും നോവലും എല്ലാം കവിതയായി തീർന്നു എന്നതാണ് വാസ്തവം. ഒരുപാടുണ്ട് പറയാൻ, ഒരുപാടുണ്ട് വായിക്കാൻ. പക്ഷേ എം ടി അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞത് കേൾക്കാൻ ആഗ്രഹിക്കുക വല്ലപ്പോഴും എന്ന് മാത്രമാണ് അല്ലേ, ഓർക്കുക വല്ലപ്പോഴും എന്ന് അദ്ദേഹം പറയുന്നത്. ഓർക്കുക വല്ലപ്പോഴും. അപ്പോൾ നമുക്ക് യുഗാന്ത്യമാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരു യുഗാന്ത്യമാണ്. പക്ഷേ എം ടി തന്നെ പറയുന്നത് പോലെ ഒരുപക്ഷെ എല്ലാ അവസാനങ്ങളും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തുടക്കങ്ങളോ തിരിച്ചുവരവുകളോ ആണ്. എല്ലാ അവസാനിക്കുന്ന യാത്രകളും ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. കൽപ്പറ്റ മാഷ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ രചനകൾ ഇവിടെ നിൽക്കുകയാണ്, അപ്പോൾ അത് അവസാനിക്കുന്നില്ല, അത് എല്ലാ കാലത്തും വായിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. യുഗാന്ത്യം തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല നമ്മുടെ ഉണ്ണിസാറും അവിടെയായിരുന്നു നേരിട്ട്. ഇന്നലെ 10:30 സിതാര എന്ന വീട്ടിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടേക്ക് എത്തുകയായിരുന്നു നമ്മുടെ എഡിറ്റോറിയൽ ടീം. അവിടെ എം ടിയുടെ ആഗ്രഹം വിലാപയാത്ര വേണ്ട, പൊതുദർശനം വേണ്ട, അങ്ങനെയുള്ള ഒരു തരത്തിലുമുള്ള പകിട്ടുകൾ തനിക്ക് ആവശ്യമില്ല, തന്നെ നേരെ തന്നെ വൈദ്യുത ശ്മശാനത്തിൽ അടക്കിയാൽ മതി എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തെ കാണാനെത്തിയത് എത്ര ആളുകളാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. കണ്ടു തീരാതെ ആ മാവൂർ റോഡ് ശ്മശാനത്തിലെത്തിയതിനു ശേഷം അവിടെയും കാണാനെത്തിയ ആളുകളെ നമ്മൾ കാണുകയാണ്. എം ടി പ്രായം 91 വയസ്സാണ്. ഇന്ന് ജനിച്ചാൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം മരണം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ആ മരണത്തിനായി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വാചകമുണ്ട്: മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു, എന്തിൻ്റെ മാധുര്യം നമുക്ക് അവശേഷിക്കുന്നു, നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു, അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ. അതിൽ എം ടി എഴുതി വെച്ചതാണ്. മറ്റ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എം ടിയുടേതായ ഒരു ഒറിജിനാലിറ്റി എം ടിക്ക് ഉണ്ടായിരുന്നു. അത് ഈ മരണത്തെക്കുറിച്ച് മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മറ്റ് എവിടെ വേണമെങ്കിലും ഒരു പൊതുദർശനം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. കാരണം അദ്ദേഹം അതുപോലെയുള്ള ഒരു സ്റ്റേച്ചറിൽ നിൽക്കുമ്പോൾ ആണ് അദ്ദേഹം വിട പറയുന്നത്. അങ്ങനെയുള്ള ഒരു തരത്തിലുമുള്ള പൊതുദർശനം വേണ്ട എന്ന് തീരുമാനിക്കാനും അതിൻ്റേതായ ഒരു വില്ല് വേണം. ആ ഒരു വില്ലോട് കൂടി തന്നെയാണ് അദ്ദേഹം തൻ്റെ 91 വർഷവും ജീവിച്ചു തീർത്തത്. അത് നേരത്തെ ഡോക്ടർ ആരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ജനിച്ചു വളർന്ന ചുറ്റുപാടുകളാണ് അദ്ദേഹത്തെ അത്രയും കാർക്കശ്യക്കാരനാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അന്ന് ഇല്ലായ്മ കണ്ട് വളർന്ന ഒരാൾ എല്ലാമുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോൾ അത് വേണ്ട തനിക്ക്, എങ്ങനെയാണോ താൻ ജനിച്ചു വളർന്നു വന്നത് ആ ഇല്ലായ്മയിൽ തന്നെ തനിക്ക് മരണവും മതി, മരണശേഷമുള്ള ചടങ്ങുകളും മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ തുടങ്ങിയതുപോലെ തന്നെ ഒടുങ്ങുക എന്ന ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. അത് എം ടിക്കുണ്ടായിരുന്നു. അത് എം ടിയെ എപ്പോഴും ഒരു വ്യത്യസ്തനായ വ്യക്തിയായി അടയാളപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് മരണമില്ല. അദ്ദേഹം വരച്ചിട്ട ഓരോ മുഹൂർത്തങ്ങളും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളൊക്കെ അമരത്വം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആ കഥാപാത്രങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, വായിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ അദ്ദേഹം നടന്മാരാക്കി തീർത്തവർ, നടിമാരാക്കി തീർത്തവർ, അവർ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്, അങ്ങില്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ല എന്നുള്ളത്. അതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു അംഗീകാരം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. ഒരു യുഗത്തിൻ്റെ ഒരു പൊലിമയായിരുന്നു എം ടി ജീവിച്ചിരുന്നപ്പോൾ. ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു യുഗം എം ടി ഇന്ന് പട്ടടയിൽ അമരുമ്പോൾ അവസാനിക്കുകയാണ്. എം ടിയുടെ ഒപ്പം നിന്ന ഒരു 4 തലമുറകളെങ്കിലും എം ടി കണ്ടിട്ടുണ്ടാകണം. ഇനിയുള്ള തലമുറകളിലും എം ടി വായിക്കപ്പെടും. എം ടിയുടെ കഥാപാത്രങ്ങൾ, എം ടി എന്താണോ എഴുതി വെച്ചത് അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ നിളമെലിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപരിസരത്ത് മാത്രമാണ് പഴയ കൂടല്ലൂർ ഇപ്പോഴുള്ളത്. ഇന്നത്തെ കൂടല്ലൂർ അന്ന് എം ടി എന്താണോ കഥാപ്രപഞ്ചം സൃഷ്ടിച്ച ആ കൂടല്ലൂരല്ല. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ടിങ്ങനെയായിരുന്നു നമ്മൾ, പണ്ടിങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ എന്നൊക്കെയുള്ള ഒരു അടയാളപ്പെടുത്തൽ എം ടിയുടെ കഥകളിലൂടെയും നോവലുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ആയിരിക്കും നാളെ ഇന്നത്തെ ഈ തലമുറയും ഇനി വരാനിരിക്കുന്ന തലമുറയും ഒക്കെ ഒരുപക്ഷെ കണ്ടറിയുക. മലയാളത്തിൽ ഒ വി വിജയൻ കൊത്തിവെച്ച ഒരു കഥാപരിസരത്തിന് മാത്രമാണ് അല്പമെങ്കിലും എം ടിയോട് കോമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു കഥാപരിസരമുള്ളത്. കാരണം എം ടി എല്ലാത്തിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും അറ്റംപ്റ്റ് ചെയ്യാൻ എത്രമാത്രം സാധിക്കും, അത്രയും റിസ്ക് എടുക്കാൻ ആർക്ക് സാധിക്കും
ആയിരിക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ്. എനിക്കറിയാവുന്നതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എഴുതുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഒരു വല്ലാത്ത ധൈര്യമാണ്. ഭാവനയിൽ നിന്നല്ല, അറിയാവുന്ന മനുഷ്യരെ, അറിയാവുന്ന ചുറ്റുപാടുകളെ അത് മാത്രം പകർത്തിയാൽ മതി അമരനാകാൻ എന്ന് തെളിയിച്ചുകൊണ്ടാണ് MD വിട പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും. തീർച്ചയായിട്ടും യുഗാന്ത്യം തന്നെയാണ് എന്നാണ് നമ്മളുടെയും വിലയിരുത്തൽ. പക്ഷേ എല്ലാ യുഗാന്ത്യങ്ങളും പുതിയ യുഗങ്ങളുടെ തുടക്കമാണ് എന്ന് നമുക്ക് കരുതാം. മൂന്നുപേരുടെയും അഭിപ്രായം ഒന്ന് തന്നെ. Meet the editors.